ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ മല്ലുകളിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇത് ചിലപ്പോൾ നമുക്ക് ഒരു നീണ്ട ഒരു വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് ഗൈസ്. സത്യം പറയണേ, ആരും സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം എനിക്ക് ഒരു ലോഡ് നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഡെയിലി എൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. സത്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം. അപ്പോൾ ഞാനത് ഡെയിലി കമൻറ്റ് ബോക്സ് ഞാൻ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, ആക്ച്വലി നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല, പക്ഷേ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് നന്നായി കാണും എന്നൊരു ചിന്തയും എന്താ പറയുക, ഒരു ഗതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്ന് നന്നാവും ഈ പെണ്ണ്, എന്ന് നല്ല രീതിയിൽ ഡ്രസ്സ് ഇടും, എന്ന് മാന്യമായിട്ടുള്ള വീഡിയോ ചെയ്യും, കണ്ടൻറ്റുള്ള വീഡിയോ ചെയ്യും. പക്ഷേ ഞാനൊരു സബ്സ്ക്രൈബറാണ്. എൻ്റെ ചാനലിനകത്തുള്ള വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഇതേ ചിന്ത തോന്നാറുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങളെ തെറ്റി പറയില്ല. പക്ഷേ നിങ്ങളുടെ തെറി കമൻറ്റ് ഞാൻ ഡെയിലി വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഡെയിലി ഞാൻ കാണാറുണ്ട് നിങ്ങളുടെ തെറി കമൻറ്റുകൾ. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഇതാണ്. എൻ്റെ വീഡിയോസ് എന്ന് നല്ലത് വരും എന്ന് നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കെന്നെ കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു കാര്യം ഇപ്പോൾ പച്ചയോടെ ഞാൻ നിങ്ങളോട് പറയണം. ഞാൻ നിങ്ങളുടെ ഒരുപാട് തെറി കമൻറ്റ് ABCB എന്തൊക്കെയോ ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. ഞാൻ ഒരു കാര്യം കൊടുക്കട്ടെ. എൻ്റെ ഒരു വീഡിയോനകത്ത് ഞാൻ എവിടെയെങ്കിലും എൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചിട്ട് അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന ആ ഭാഗം എനിക്ക് പേഴ്സണലി നിങ്ങൾ അയച്ചു തരും. മനസ്സിലല്ലേ? ഞാൻ അങ്ങനെ ആർക്കും അങ്ങനെ ഒരു വീഡിയോ ഒരിക്കലും ഞാൻ അങ്ങനെ ഇടാറില്ല. പിന്നെ വസ്ത്രം, ഞാനിടുന്ന ഡ്രസ്സ് എനിക്കിഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ വസ്ത്രം ഇടുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ, കാരണം ഞാൻ കുറച്ചുകൂടി തടിയുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള വസ്ത്രം ഇടുമ്പം അത് നിങ്ങൾക്ക് കുറച്ചുകൂടി അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതെനിക്ക് തോന്നിയ കാര്യം, എൻ്റെ പേഴ്സണലി എനിക്ക് പറയാനുള്ള കാര്യം, അതെനിക്ക് തോന്നിയ കാര്യം. ഞാൻ കുറച്ചുകൂടി അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് തന്നെ ആവാൻ ചാൻസ് ഉണ്ട്, പറയാൻ പറ്റില്ല. അതൊക്കെ പോട്ടെ. എനിക്കിപ്പോൾ പറയാനുള്ള മെയിനായിട്ടുള്ളൊരു റീസൺ ഉണ്ട് ഗൈസ്. അത് എങ്ങനെ ഞാൻ അവതരിപ്പിച്ചാലും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കണ്ടിരിക്കണം. കാരണം ഈ ഒരു വീഡിയോ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഒരുപാട് കഷ്ടപ്പാടുകൾ ലൈഫിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ എൻ്റെ ലൈഫിലുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഇങ്ങനെ വിളിച്ച് പറയാൻ പറ്റില്ല, എനിക്ക് കഷ്ടപ്പാടുണ്ട്, എനിക്ക് അങ്ങനെ ഞാനത് ഒരിക്കലും ആഗ്രഹിക്കില്ല. നമ്മുടെ ഒരുപാട് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ സാമ്പത്തികമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് പ്രശ്നങ്ങളെല്ലാം ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സത്യം എനിക്ക് ഒരു വീടിൻ്റെ ഒരു വാടക കൊടുക്കാൻ വരെ പറ്റാത്തൊരവസ്ഥ. അത് ഭയങ്കര സിറ്റുവേഷനായി. ആ തരണം ചെയ്ത് എല്ലാത്തിനും നമ്മുടെ ഫാദറിനെ പറയാം. ഫാദറിൻ്റെ ഒറ്റ വിഷയം കൊണ്ട് നമുക്ക് വാടക പെൻഡിങ്ങായി, അങ്ങനെ ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും അച്ഛനെ പേടിച്ചിട്ട് ഭയന്നിട്ട് തന്നെയാണ് ഞാനും എൻ്റെ ചേച്ചിയും അമ്മയും ഇതിനുള്ളിൽ കഴിഞ്ഞത്. കാരണം വെച്ചാൽ രാത്രി 7 മണിക്ക് ശേഷം ഞങ്ങൾക്കൊരു ഭയമാണ്, ഉള്ളിൽ നിന്ന് തീ ആളെ പറയില്ലേ, അങ്ങനത്തെ ഒരു പേടിയാണ്. അച്ഛൻ എപ്പോഴാണ് വരിക, വാതിലടിച്ച് പൊട്ടിക്കുക, കള്ളു കുടിച്ച് വരിക, പഠിക്കാൻ സമ്മതിക്കാതിരിക്കുക. അപ്പം ഞങ്ങളിങ്ങനെ ബുക്ക് തുറക്കുമ്പോഴായിരിക്കും അച്ഛൻ്റെ കള്ളു കുടിച്ചുള്ള വരവ്. കള്ളു കുടിച്ച് നല്ലധികം സംസാരം. അപ്പം ഞങ്ങൾ പേടിച്ചിട്ട് വാതിൽ കുറ്റിയിട്ട് അകത്ത് ഇരിക്കുക. വാതിൽ കുറ്റിയിടുമ്പോൾ അപ്പോൾ ദേഷ്യം, തുറക്കടി പറഞ്ഞ് വാതിലിങ്ങനെ തുറക്കാൻ ശ്രമിക്കുക. ഇപ്പോഴല്ല കേട്ടോ, ഇപ്പോൾ അച്ഛൻ ഞങ്ങൾ സത്യം പറയാൻ ഗൈസ്, ഇപ്പോൾ അച്ഛനെ കുറേയൊക്കെ റെഡി ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ ലൈഫിൽ നിനക്കെന്ത് പ്രശ്നമാണ്, നീ എന്താ അനുഭവിച്ച് എന്ന് പറയുന്നവർക്കൊക്കെ വളരെ ഈസിയാണ്. ഒരാളുടെ പ്രശ്നത്തിൽ, ഒരാളുടെ ജീവിതത്തിൽ നിനക്കെന്താണ് ബുദ്ധിമുട്ടുണ്ടായി എന്ന് ചോദിക്കാൻ വളരെ സിമ്പിളാണ് അല്ലേ? വളരെ സിമ്പിളാണ്. സാധാരണക്കാരെക്കാട്ടും എത്രയോ ചെറു പ്രായത്തിലേ നമ്മൾ ഒരു കുടുംബഭാരം ഒന്നായിട്ട് തലയിൽ എടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ വിഷമം അറിയാം, അനുഭവിക്കാത്തതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പം ശരി ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. ഞാൻ വീഡിയോ ആയിട്ട് ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചല്ല. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക.